നമസ്കാരം. ആയുർധന്വന്തരി ചാനലിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക് വെരിക്കോസ് വെയിൻസ് ആണ്. അതായത് ആയുർവേദത്തിൽ സിരജഗ്രന്ഥി എന്നാണ് വെരിക്കോസ് വെയിൻസിനെ പറയുന്നത്. ഒരുപാട് പേഷ്യൻസ് വെരിക്കോസ് വെയിൻസിനായിട്ട് ഇപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റാണ് അപ്പിയർ ചെയ്യുന്നത്. UG ലെവലിൽ തന്നെ വെരിക്കോസ് വെയിൻസിൻ്റെ ക്ലിനിക്കൽ ആസ്പെക്ട്സ് ലൈക്ക് എക്സാമിനേഷൻസ്, ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ വർഷത്തെ 2024 MGR യൂണിവേഴ്സിറ്റി ഫൈനൽ ഇയർ ഷല്യ തന്ത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 മാർക്സിൻ്റെ സെക്ഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് വെരിക്കോസ് വെയിൻസ്. നമുക്ക് കോൺസെപ്റ്റിലോട്ട് കടക്കാം. ഈ ടോപ്പിക്സിനെ കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ. വെയിൻസ് വെൻ ആർ ഡയലേറ്റഡ് ആൻഡ് ടോർട്ടുവസ് ഇറ്റ് ഈസ് നോൺ ആസ് വെരിക്കോസ് വെയിൻസ്. അതായത് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് വെയിൻസിൻ്റെ ഡയലേഷനാണ്. അത് ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളത് ടോർട്ടുവസ് എന്ന് പറയുന്നു. ഡയലേഷൻ ഓഫ് ദ വെയിൻസ് ഇസ് നോൺ ആസ് വെരിക്കോസ് വെയിൻസ്. ആൻഡ് കോമൺ സൈറ്റ്സ് മെയിൻലി നമ്മൾ കോമൺലി കാണുന്നതാണ് ലോവർ ലിംസ്, അതായത് കാലുകളിൽ കാണുന്ന വെരിക്കോസ് വെയിൻസ് ആണ് മെജോറിറ്റി കാണുന്ന വെരിക്കോസ് veins. If it is coming in the hemorrhoid plexus, it is known as hemorrhoids or piles. When these varicose veins are seen in spermatic veins, it is known as varicocele, and when it is seen in esophageal veins, it is known as esophageal varices. Risk factors: prolonged standing, tight clothing, pregnancy, high heels, immobility, athletes. These are the risk factors for the lower limb varicose veins, while in case of chronic constipation they are for the hemorrhoids. And women are mostly affected. They are 10:1 ratio with males. എറ്റിയോളജി 2 ടൈപ്സ് ഉണ്ട്, അതായത് പ്രൈമറി കോസ് ആൻഡ് സെക്കൻഡറി കോസ്. ഈ കോസസ് നോക്കുന്നതിന് മുമ്പ് തന്നെ കാലുകളിൽ 2 ടൈപ്സ് ഓഫ് വെയിൻസ് ഉണ്ട്, അതായത് സൂപ്പർഫിഷ്യൽ വെയിൻസ്, ഡീപ്പ് വെയിൻസ്. ഇതിനെ രണ്ടിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് വെയിൻസ്. പ്രൈമറി കോസ് എന്ന് പറയുന്നത് ഈ വെയിൻസിലുള്ള വാൾസിന് എന്തെങ്കിലും ഫങ്ഷനിങ് ഇഷ്യൂസ്, അതായത് ഇൻകോമ്പിറ്റൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു പ്രൈമറി കോസ് of varicose vein. And if it is secondary cause, it may be due to pregnancy, fibroid, ovarian cyst, or deep vein thrombosis, or any arteriovenous fistula. Classifications of varicose vein. First subdivisional 3 types പറയുന്നുണ്ട്: long saphenous varicosity, short saphenous varicosity, varicose due to perforatal incompetence. ഇതിൻ്റെയൊക്കെ കോഴ്സസ് അറിയണം. ഇത് ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരിക്കോസ് വെയിൻസ് ആണ്. ലോങ് സഫീനസ് വെയിൻ മീഡിയൽ ആസ്പെക്ട്സിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഷോർട്ട് സഫീനസ് വെയിൻ ലാറ്ററൽ ആസ്പെക്റ്റിൽ. ഇഫ് ഒരു പേഷ്യൻറ്റ് മീഡിയൽ സൈഡിലുള്ള വെരിക്കോസ് വെയിൻസ് ആയിട്ടാണ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ we can understand that there is defect in the long saphenous vein, and if it is in the lateral side, we can understand that there is defect in the short saphenous vein. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ അപ്പിയറൻസ് ബേസ് ചെയ്തിട്ടും അതിൻ്റെ സൈസ് ബേസ് ചെയ്തിട്ടുമാണ് ഇതിൻ്റെ ടൈപ്സ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇറ്റ്സ് ദ ത്രെഡ് വെയിൻസ് ഓർ സ്പൈഡർ വെയിൻസ്. സ്പൈഡർ വെയിൻസ് കോമൺലി നമ്മൾ കാണുന്നതാണ്. ദേ ആർ 0.5 to 1 millimeter സൈസ്. വളരെ സ്മോൾ സൈസിലുള്ള വേരീസസിനെയാണ് നമ്മൾ ത്രെഡ് വെയിൻസ് എന്ന് പറയുന്നത്. Next is the reticular veins. They are 1 to 3 millimeter in size. They are larger than spider veins. Next is the varicose veins. They are the largest one. They are the dilated and elongated superficial veins. They are about 3 millimeter in diameter. If it is in combination of all these 3 veins, then varices, then it is known as combination of above 3. Third is the CEAP classification. They are based on clinical science, etiological classification, anatomical distribution, and pathophysiology. When we are grading this clinical science, there are about 6 grades. When we are explaining the pathophysiology, we know that varicose veins are due to the backflow of the blood due to the incompetence of the walls of the veins. It will leads to the dilatation of the veins. This is the pathophysiology. Clinical features of varicose vein. ഈ പേഷ്യൻസിൽ ഏക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണ് ഫസ്റ്റ് കാണപ്പെടുന്നത്. പേഷ്യൻസ് കൂടുതൽ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഈ പെയിൻ കൂടും, ആൻഡ് റെസ്റ്റ് ചെയ്യുമ്പോൾ പെയിൻ കുറയും. ദിസ് ഈസ് എ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ ഫോർ ദ ആർട്ടീരിയൽ ഡിസീസ്, ബിക്കോസ് റെസ്റ്റ് പെയിൻ ഇസ് എ ഫാക്ടർ ഓഫ് ആർട്ടീരിയൽ ഡിസീസ്. Next is the night cramps, edema in the ankle, itching of skin of leg, discoloration, heaviness in the leg, and final state varicose ulcers mainly അതിൻ്റെ സിറ്റുവേഷൻ പറയുന്നത് മീഡിയൽ മാലിയോലസ് ഓഫ് ദ ആങ്കിൾ. അതാണ് കോമൺ സൈൻ.
examination. So first is the inspection. So varicose vein medial ആണോ lateral ആണോ എന്ന് കണ്ടുപിടിച്ച് അത് ലോങ് ആണോ ഷോർട്ട് സഫീനസ് വെയിനെ ആണോ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇറ്റ്സ് ദ സ്വെല്ലിംഗ് വെദർ ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ് ആണോ ജനറലൈസ്ഡ് ആണോ എന്ന് നോക്കുക. നെക്സ്റ്റ് കളർ ഇറ്റ് ഷുഡ് ബി മോസ്റ്റ്ലി കൺജസ്റ്റഡ് ആൻഡ് ബ്ലൂ ഇൻ കേസ് ഓഫ് deep venous thrombosis, while it will be white in color in superficial thrombophlebitis. And we have to look for the texture, that is eczema undo, ulcerations undo, scar marks undo, gangrene presence undo എന്നല്ല നമ്മൾ നോക്കണം. നെക്സ്റ്റ് ഇസ് ദ പാൽപേഷൻ. സോ ഇതിൽ പാൽപേഷനിലാണ് ഒരുപാട് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സോ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇസ് ദ ബ്രോഡി ട്രെൻഡ്ലൻ ബെഗ് ടെസ്റ്റ്. സോ ഇതിൻ്റെ യൂസ് എന്തെന്ന് വെച്ചാൽ സഫീനോഫെമറൽ വാൾവ്സിൻ്റെ ഇൻകമ്പിറ്റൻസ് ഉണ്ടോ ഓർ കമ്മ്യൂണിക്കേറ്റീവ് വെയിൻസിൻ്റെ ഇൻകമ്പിറ്റൻസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ടെസ്റ്റാണിത്. സോ സഫീനോഫെമറൽ വാൾ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് 3 cm ബിലോ ദ pubic tubercle and 4 cm lateral to it. സോ ഇതിൻ്റെ മെത്തേഡ്, സോ ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കാലുകൾ റൈസ് ചെയ്യണം ആൻഡ് മിൽക്കിംഗ് പ്രോസസ്സ് ചെയ്തിട്ട് ടോർണിക്കറ്റ് ടൈ ചെയ്യണം. ഇറ്റ് ഈസ് ജസ്റ്റ് ബിലോ ദ സഫീനോഫിമറൽ ജംഗ്ഷൻ. ദെൻ പേഷ്യൻറ്റിനോട് പെട്ടെന്ന് നമ്മൾ നിൽക്കാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് മെത്തേഡ്, അതായത് സഫീനോഫിമറൽ ഇൻകോമ്പിറ്റൻസ് ആണോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ പ്രഷറിനെ റിലീവ് ചെയ്യുക. സോ വെൻ ദ വെരിസസ് ഈസ് ഫിൽഡ് ക്വിക്ലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ഇൻകോമ്പിറ്റൻസ് ഓഫ് സഫീനോഫിമറൽ valve, and if it is gradual filling then it is incompetency of communicating veins. So ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് സർജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. നെക്സ്റ്റ് ഇസ് ദ ടോണിക്കറ്റ് ടെസ്റ്റ്. സോ ടോണിക്കറ്റ് ടെസ്റ്റിൽ സെയിം ആണ്, മിൽക്കിംഗ് ചെയ്യുക, ടോണിക്കറ്റ് ഡിഫറെൻറ്റ് ലെവൽസിൽ ടൈ ചെയ്യുക. പേഷ്യൻസിൻ്റെ അടുത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഇഫ് വെയിൻസ് ഈസ് ഡൈലേറ്റഡ് എബോവ് ദ ടോർണിക്കറ്റ്, സോ ദർ വിൽ ബി ഇൻകോമ്പിറ്റൻസ് എബോവ് ദ ദിസ് ടോർണിക്കറ്റ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ബിലോ ദ ടോർണിക്കറ്റ്, സോ ദ വാൾ ബിലോ ദിസ് ടോർണിക്കറ്റ് വിൽ ബി ഇൻകോമ്പിറ്റൻറ്റ്. സോ നെക്സ്റ്റ് ഇസ് ദ പേർത്ത് ടെസ്റ്റ്. സോ പേർത്ത് ടെസ്റ്റ് മെയിൻലി നമ്മൾ DVTക്ക് ചെയ്യുന്ന ടെസ്റ്റാണ്. സോ ഇതിൽ പേഷ്യൻറ്റിൻ്റെ ലോവർ എക്സ്ട്രിമിറ്റിയിൽ ഒരു എലാസ്റ്റിക് ബാൻഡേജ് ഓർ ക്രീപ്പ് ബാൻഡേജ് നമ്മൾ ടൈ ചെയ്യുക ആൻഡ് പേഷ്യൻറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ടു വാക്ക്. സോ ഇൻ DVT മെയിൻ ക്യാരക്ടറിസ്റ്റിക് സൈൻ ഇറ്റ് വിൽ ബി സിവിയർ ബേർസ്റ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ. സോ ഈ പേർത്ത് ടെസ്റ്റിൽ ഇത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ഷോർട്ട് ടെസ്റ്റ്. ഷോർട്ട് ടെസ്റ്റിൽ പേഷ്യൻറ്റിനോട് സ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് സോ we have to keep an finger in the saphenous opening and another finger in the long saphenous vein in the corsal. So when we are making a tap in the course, so we can feel the impulse in this saphenofemoral opening. Next is the signs for DVT. So main two signs are Human's sign and Moses sign. Human's sign, so we have to extend the leg. So next we should do forcefully this passive dorsiflexion of the foot. So it will be producing high tenderness in the calf region. നെക്സ്റ്റ് ഇസ് ദ മോസസ് സൈൻ. മോസസ് സൈൻ ഈ കാഫ്സ് മസിൽസിൽ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുന്ന കാഫ്സ് മസിൽസിൽ രണ്ട് സൈഡിൽ നിന്ന് സ്ക്യൂസ് ചെയ്യണം. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ലാർജ് ബേർസ്റ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ. മൊറിസിസ് കഫ് ഇമ്പൾസ് ടെസ്റ്റ്. സോ ഫസ്റ്റ് നമ്മൾ ലിംബിനെ എലിവേറ്റ് ചെയ്യണം. എലിവേറ്റ് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനോട് ലെഗ്സ് ബെഡിലോട്ട് വയ്ക്കാൻ പറഞ്ഞിട്ട് കഫ് ചെയ്യാൻ പറയണം, അതായത് ഫോഴ്സ്ഫുള്ളി. സോ വൈൽ ഫോഴ്സ്ഫുള്ളി കഫിങ് ദർ വിൽ ബി ഇമ്പൾസ് ഫെൽറ്റ് ഓൺ ദിസ് സഫീനസ് ഓപ്പണിംഗ്. Next is the complication. Complication will be hemorrhage, pigmentation, eczema, venous ulcer in the malleolus region is the common site. Next, Margollian ulcers, periostitis, calcification, equinus deformity and lipodermatosclerosis. Next, differential diagnosis: lymphedema, orthostatic edema, AV malformation, renal, cardiac, hepatic diseases, vasculitis, metabolic diseases like gout, myxedema, morbid obesity, chronic infection like TB, syphilis. So special investigation like venous Doppler, which is very important, and USG duplex, plethysmography, ambulatory venous pressure, arm foot venous pressure, venography. So ട്രീറ്റ്മെൻറ്റിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. സോ കൺസർവേറ്റീവ് ആൻഡ് സർജിക്കൽ. കൺസർവേറ്റീവിൽ ഫസ്റ്റ്ലി elastic creep bandage
and using pressure stockings. So next is the important one, that is the elevation of limb. So the elevation of limb will reduce the impact of the varicose vein, and it will increase the venous flow. And Una boots, next is the pneumatic compression method. And finally is the surgical treatment. So Trendelenburg operation, stripping of vein are the important one, and others are also important. So next Ayurvedic correlation ആയിട്ടുള്ള സിരജഗ്രന്ഥിയെ കുറിച്ച് നോക്കാം. വ്യായാമ ജാതേരപലസ്യ തൈഹി തൈരാക്ഷിപ്യ വായുർഹി സിരാപ്രധാനം. അതായത് വ്യായാമം കാരണം ക്ഷീണിച്ചിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ വായു ഇൻക്രീസ് ആയിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സിരയിലോട്ടാണ്. സോ ഇറ്റ് വിൽ കോസ് സംപീഡന, സങ്കോച്ച്, വിശോഷ ടൈപ്പ് of pain, and it will cause a grandhi which is unnadam, ashu and vrittam. So quickly producing ആണ്, elevated ആണ്, വൃത്തമായിരിക്കും അതിൻ്റെ ഷേപ്പ്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോഗ്നോസിസ് ആണ് നെക്സ്റ്റ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ളത്. സോ വെൻ ഇറ്റ് ഈസ് സർജ ആൻഡ് ചല, സോ വെൻ ദർ ഇസ് പൾസേഷൻ ആൻഡ് വെൻ ഇറ്റ് ഈസ് പെയിൻഫുൾ ഇറ്റ് ഈസ് കൃച്ഛ്രസാധ്യ, ആൻഡ് വെൻ ഇറ്റ് ഈസ് ആരുക് ആൻഡ് ആ ചലോ maha, and when it is present in the marma it is vivarjana, that is asadhya condition. And next is the treatment, that is siragrandhau navepeyam thailam sahajaram tada ubanaho anilaharehi pastikarma സിജാവ്യതഃ. അതായത് നവമായിട്ടുള്ള ഗ്രന്ഥിയുടെ ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് സഹചര തൈലത്തിൻ്റെ പാനം, ഉപനാഹം, ബസ്തി which is used with ബാധാഹാര ഔഷധ, and finally സിരാവ്യതന. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച്.